ബാക്ക് ടു ആംഗ്ലോ അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിൽ, ഷാൽ തുടങ്ങിയ ഓക്സിലറീസിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഡു, ഡസ് എന്നിവ ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അതായത് ഐ ഡു ഗോ ഞാൻ പോകാറുണ്ട്, ഐ ഡു നോട്ട് ഗോ ഞാൻ പോകാറില്ല, ഡു യു ഗോ നീ പോകാറുണ്ടോ എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ, ഡിഡ് ഉപയോഗിച്ച് നമ്മൾ പാസ്റ്റ് പറയാൻ വേണ്ടിയാണ്. ഡിഡ് യു ഗോ ദെയർ, നീ അവിടെ പോയിരുന്നോ? ഡിഡ് യു സീ ഹിം, നീ അവനെ കണ്ടിരുന്നോ? ഡിഡ് ഐ സേ യു ടു കം, നിന്നോട് വരാൻ ഞാൻ പറഞ്ഞോ? ഇങ്ങനെയാണ് നമ്മൾ ഡിഡ് ഉപയോഗിച്ചെങ്കിൽ, ടുഡേ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ഹൗ ടു യൂസ് ഓർ ഫോർ വാട്ട് വി ഹാവ് ടു യൂസ് ദിസ് വിൽ ഓർ ഷാൽ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു സംശയം ഉണ്ടാകാം. ചിലർ പറയുന്നുണ്ട് നമുക്ക് വില്ലും ഷാലും വേറെ വേറെ ഉപയോഗിക്കണോ? അത് നമുക്ക് ഒന്ന് പകരമായിട്ട് വിൽ മാത്രം ഉപയോഗിച്ചാൽ പോരെ? തീർച്ചയായും മതി. നമ്മളെ സംബന്ധിച്ച് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വില്ല് ഉപയോഗിച്ചാൽ മതി, ഷാൽ ഉപയോഗിക്കേണ്ടതില്ല. ഷാൽ ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറി ആയിട്ടാണ്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നോക്കൂ, ഐ വിൽ ഗോ, ഞാൻ പോകും എന്നാണ്. ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കും. ഓക്കെ. എന്നാൽ ഐ ഷാൽ ഹെൽപ്പ് യു എന്നാണ് പറയുന്നതെങ്കിൽ, ഞാൻ നിന്നെ സഹായിച്ചോളാം. ഐ ഷാൽ ടേക്ക് ഇറ്റ്, ഞാൻ ഇത് എടുത്തോളാം. ഐ ഷാൽ സേ, ഞാൻ പറയാം. ഐ വിൽ സേ എന്നാണെങ്കിൽ ഞാൻ പറയും എന്നാണ്. ഐ വിൽ ഗോ, ഞാൻ പോകുമെന്നാണെങ്കിൽ. ഐ ഷാൽ ഗോ, ഞാൻ പോയിക്കോളാം. യു നീഡ് കം, നീ വരണ്ട, ഞാൻ പോയിക്കോളാം. ഐ ഷാൽ ഗോ. ഐ ഷാൽ മാനേജ് ഇറ്റ്, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുന്ന അവസരത്തിൽ, അതായത് ഇപ്പോൾ നീ നാളെ കൊച്ചിയിലേക്ക് പോകുമോ? വിൽ യു ഗോ ടു കൊച്ചി ടുമാറോ? വിൽ യു ഗോ ടു കൊച്ചി ടുമാറോ? നീ അവിടെ എത്തിയിട്ട് എന്നെ വിളിക്കുമോ? വിൽ യു കോൾ മീ ആഫ്റ്റർ റീച്ചിങ് ദർ? വിൽ യു കോൾ മീ ആഫ്റ്റർ റീച്ചിങ് ദർ? നീ എന്നെ വിളിക്കുമോ? അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ഷാൽ ഉപയോഗിക്കുന്നത്? നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോസിറ്റീവ് സെൻറ്റൻസ് ഉപയോഗിക്കുന്ന വില്ലും ഷാലും പോലെയല്ല. ഇവിടെ ഷാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്ന അവസരത്തിൽ ഷാൽ ഐ ഗോ, ഞാൻ പോകട്ടെ. ഷാൽ ഐ ഹെൽപ്പ് യു, നിങ്ങളെ ഞാൻ സഹായിക്കട്ടെ. ഷാൽ ഐ ഹാങ് ദ ഫോൺ, ഞാൻ ഫോൺ വെക്കട്ടെ. ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പം നോക്കൂ, ഇതേപോലെ തന്നെ ഈ ഐ വെച്ചിട്ട് നമുക്ക് പിന്നെ ഷാൽ ഐ ഗോ, ഞാൻ പോട്ടെ. ഷാൽ ഐ കം, ഞാൻ വരട്ടെ. ഷാൽ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ, ഞാൻ എന്നോട് ചോദ്യം ചോദിക്കട്ടെ. ഷാൽ ഐ കീപ് മൈ മൊബൈൽ ഹിയർ, ഞാൻ ഇവിടെ എൻ്റെ ഫോൺ വെക്കട്ടെ. അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഈ വില്ലും ഇതേപോലെ തന്നെ വിൽ ഐ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നോക്കാം. നോക്കൂ, ഇപ്പോൾ എൻ്റെ അടുത്തുണ്ടെങ്കിലും ഞാൻ അവന് കൊടുക്കുമോ? അവൻ എന്നോട് കുറച്ച് പൈസ ചോദിച്ചു, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തില്ല. ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുക, കാരണം നേരത്തെ കൊടുത്തവൻ തന്നില്ല എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചോദിക്കാം, വിൽ ഐ ഗീവ് ദോ ഐ ഹാവ്? വിൽ ഐ ഗീവ് ഹിം മണി ദോ ഐ ഹാവ്? എൻ്റെ അടുത്ത് ഉണ്ടെങ്കിലും ഞാൻ അവന് കൊടുക്കുമോ? ഞാൻ കൊടുക്കൂല. ഐ വോണ്ട് ഗീവ്. എൻ്റെ അടുത്ത് ഉണ്ടെങ്കിലും ഞാൻ അവന് കൊടുക്കൂല. ഐ വോണ്ട് ഗീവ് ദോ ഐ ഹാവ്. എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിലും ഞാൻ അവന് കൊടുക്കൂല. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കുമോ? ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഇംഗ്ലീഷിലെ സെൻറ്റൻസ് ഫോർമേഷൻ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ മലയാളം. നമ്മുടെ മലയാളത്തിൽ സെൻറ്റൻസ് ഫോം ചെയ്യുന്നതും ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഫോം ചെയ്യുന്നതും വളരെ ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ആ സെൻറ്റൻസ് ഫോർമേഷൻ, അതിൻ്റെ സിൻടാക്സ് വളരെ ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തമാണ്. അതായത് ഞാൻ ചോദിച്ചത്, ഞാൻ കൊടുക്കുമോ? വിൽ ഐ ഗീവ് എന്നാണെങ്കിൽ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിലും ഞാൻ കൊടുക്കുമോ? വിൽ ഐ ഗീവ് ദോ ഐ ഹാവ്? ഞാൻ കൊടുക്കൂല. ഐ വോണ്ട് ഗീവ്. എൻ്റെ അടുത്ത് ഉണ്ടെങ്കിലും ഞാൻ അവന് കൊടുക്കൂല. അപ്പം നമുക്ക് പറഞ്ഞത് എൻ്റെ അടുത്തുണ്ടെങ്കിലും ഞാൻ അവന് കൊടുക്കില്ല എന്നാണ്. പക്ഷെ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ അവന് കൊടുക്കുകയില്ല എൻ്റെ അടുത്തുണ്ടെങ്കിലും എന്നാണ്. ഐ വോണ്ട് ഗീവ് ഹിം. ഐ വോണ്ട് ഗീവ് ഹിം ദോ ഐ ഹാവ് ദ മണി. ഐ വോണ്ട് ഗീവ് ഹിം ദോ ഐ ഹാവ് ദ മണി. അവൻ വിളിച്ചാലും ഞാൻ പോകൂല. ഐ വോണ്ട് ഗോ ദോ ഐ കോൾ, ദോ ഹീ കോൾസ് മീ. ഐ വോണ്ട് ഗോ ദോ ഹീ കോൾസ് മീ. അവൻ എന്നെ വിളിച്ചാലും ഞാൻ പോവുകയില്ല. ഇങ്ങനെയാണ് നമുക്ക് വില്ലും ഷാലും ഉപയോഗിക്കേണ്ട അതിൻ്റെ അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. അടുത്ത വീഡിയോ വളരെ വളരെ നിർണായകമായ, വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ചില ഇൻഫർമേഷൻസുമായിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായും ഈ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. ബൈ.